നമ്മളുണ്ടല്ലോ ജീവിതത്തിലായാലും ഒരു ഫാമിലിയിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്താണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിലാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ സൊസൈറ്റിയിലാണെങ്കിൽ ഒരു ബിസിനസ് ഇങ്ങനെ ഏത് സ്ഥലത്ത് നോക്കിയാലും പൊളിറ്റിക്സ് കളിക്കുന്നവർക്ക് മാത്രമേ പൊളിറ്റിക്സ് അറിയുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ പൊളിറ്റിക്സ് അറിയാത്തവരൊക്കെ ഇങ്ങനെ ബാക്കിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ പൊളിറ്റിക്സും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊളിറ്റിക്സും. ഞാൻ ചെറുതായിരിക്കുന്ന ടൈമിലൊക്കെ എനിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വലിയ അറിവില്ലാത്തൊരു സമയത്തൊക്കെ ഞാൻ ഒരു പ്രത്യേക പ്രസ്ഥാനത്തിൽ വിശ്വസിച്ച ഒരാളാണ്. ഒന്നും അറിവൊന്നുമില്ല, പക്ഷേ എൻ്റെ പ്രസ്ഥാനം ഇതാണ് എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പക്വത വരുന്ന ടൈമുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഞാൻ ന്യൂട്രലായി. പിന്നെ ഞാൻ വലിയ കാര്യമായിട്ട് ഈ പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്നില്ല. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ജർമ്മനിയിൽ വന്ന ശേഷം ഞാൻ അധികമൊന്നും പൊളിറ്റിക്സ് ഫോളോ ചെയ്യുന്നില്ല. പിന്നെ മെയിനായിട്ടുള്ള മിനിസ്റ്റേഴ്സിൻ്റെ പേരൊക്കെ നോക്കി വെക്കും, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള നോക്കി വെക്കും എന്നല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും ഞാൻ പൊളിറ്റിക്സ് ഫോളോ ചെയ്യാത്ത ഒരാളാണ്. പിന്നെ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി, ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരുന്നല്ലോ, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇലക്ഷൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ പൊളിറ്റിക്സൊക്കെ ഇങ്ങനെ നോക്കി. അവസാനം നമ്മുടെ ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി. അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തിൻ്റെ അതിനുശേഷം ഞാൻ ഇദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ കാണാൻ തുടങ്ങി. അത് കാണാൻ തുടങ്ങുമ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹം കൊള്ളാമല്ലോ, നല്ല കമ്പയർഡ് ടു മുമ്പത്തെ ആൾക്കാരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വിവരമുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട്. നമുക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കും. കാരണം ഇയാൾ പറയുന്നതൊക്കെ നല്ല രസമാണ്. ഞാൻ ആ പൊളിറ്റിക്സിലോട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം പറയുന്നതൊക്കെ ഒരു പ്രായം കൂടിയ ഒരാൾ പറയുന്ന ഇതായിട്ട് നോക്കുമ്പോൾ ഇങ്ങനത്തെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഉപദേശമായിട്ടോ അല്ലെങ്കിൽ കുറേ ഇങ്ങനത്തെ ബുക്സിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ കേൾക്കാൻ നല്ല രസമായതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ട്. വേറെ ആൾക്കാരെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ. അപ്പോൾ ഇദ്ദേഹത്തെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫോളോ ചെയ്തു. എന്നിട്ട് ഞാൻ കുറച്ച് മുമ്പ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു, ഇദ്ദേഹം നല്ല മുഖ്യമന്ത്രിയാന്ന് തോന്നുന്നു, നല്ല നോളേജ് ഉണ്ടല്ലേ എന്ന്. പിന്നെ ഇപ്പോൾ ഈ ഓപ്പറേഷൻ തുഫാനൊക്കെ വന്ന ശേഷം എന്ന് പറയുമ്പോൾ അവർ പറയാണ്, കഴിഞ്ഞ പാർട്ടി അദ്ദേഹം കുറച്ചു മറ്റേ തൊട്ടപ്പുറത്തെ പാർട്ടിയിലുള്ള ആളാണ്. അപ്പോൾ പറയാണ്, മറ്റവർ ഭരിക്കുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ ബെറ്റർ ആയിരുന്നു കേരളം എന്ന്. അപ്പോൾ ഞാൻ ഓക്കെ, അപ്പം നമ്മൾ ഈ പാർട്ടീനെ വെച്ചിട്ട് നമുക്ക് ശരിയും തെറ്റും പറഞ്ഞിട്ട് കാര്യമില്ല, ഒരാളോട് തർക്കിച്ചിട്ട് കാര്യമില്ല. കാരണം ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ ശരി കണ്ടുപിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തെ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഇതിൻ്റെ ശരികൾ. അപ്പം ഞാനിപ്പോൾ ഈ പ്രസ്ഥാനത്തിൽ ഇതുവരെ ഒരു കോൺഗ്രസ് പാർട്ടിയെക്കുറിച്ച് ഒന്നും പറയാത്ത ചിന്തിക്കാത്ത ഒരാളാണ്. പക്ഷേ ഇദ്ദേഹത്തെ എനിക്ക് എന്തോ പേഴ്സണലി ഇഷ്ടമാണ്, വി.ഡി. സതീശൻ മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ചൊക്കെ ഞാൻ കാണുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ ഞാൻ കണ്ടത് ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ രാഹുൽ ഗാന്ധിയെ അറസ്റ്റല്ല പിടിച്ച് പോലീസ് കൊണ്ടുപോകുന്ന ഒരു സീൻ കണ്ടു. അത് കുറച്ച് ഒരു ഇറിറ്റേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. ഇങ്ങനെയൊക്കെ ചെയ്യാമോ എന്നുള്ളൊരു തരത്തിലാണ് എനിക്ക് തോന്നിയത് കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് കുറച്ച് കൂടിപ്പോയല്ലോ എന്ന് തോന്നി. ഓക്കെ, ഞാൻ വിചാരിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ എന്തൊരു ക്രൂരതയാണ് ഇത് കാണിച്ചതെന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിച്ച് ഞാനത് ക്യാൻസൽ ചെയ്തു, ഒഴിവാക്കി. അത് കഴിഞ്ഞ് അടുത്ത ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ആരുടെയോ സ്റ്റാറ്റസ് കാണുമ്പോൾ അവർ നീറ്റ് എക്സാമിൻ്റെ പേപ്പർ ലീക്കിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വയലൻ്റ് ആയി, അവർ ഭയങ്കര എന്താ പറയുക, വികാരഭരിതമായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഇങ്ങനെ ഇട്ടുന്നത്. പിന്നെ ന്യൂസൊക്കെ നോക്കുന്ന വെച്ചാൽ ന്യൂസ് ചാനലാണോ നമ്മൾ വിശ്വസിക്കുന്നത്. സാധാരണ ന്യൂസ് ചാനൽ എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ കണ്ടുള്ള കുറച്ച് ചാനൽസ്. അപ്പോൾ ഇവരൊക്കെ പറയുന്നതൊക്കെ കണ്ട് ഞാൻ വിചാരിച്ചു, പിന്നെ സെലിബ്രിറ്റീസ് പോലും നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള മൃഗീയമായ കുറേ സംഭവങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയിൽ നടക്കുന്നതെന്നുള്ള തരത്തിലൊക്കെ ന്യൂസൊക്കെ കണ്ടു. അപ്പോൾ നമുക്കിതിൻ്റെ ഫാക്റ്റ് അറിയണമല്ലോ. കാരണം നമുക്ക് ഇങ്ങനെയൊക്കെയാണോ, ഇതെന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുള്ളൊരു തരത്തിലായിരുന്നു ഞാനുണ്ടായത്. പക്ഷേ ഇന്ന് ഞാനൊരു ചാനൽ കണ്ടു. അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ ഈ ന്യൂസ് ചാനലിൽ കാണുന്നതൊക്കെ സത്യമല്ല. എല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് ഒരാളിട്ട ഒരു വീഡിയോ ആയിരുന്നു ഞാൻ കണ്ടത്, വിത്ത് പ്രൂഫ്. അപ്പോൾ ഈ പ്രൂഫൊക്കെ കാണുമ്പോഴാണ് നമുക്ക് അറിയുന്നത്, നമുക്കങ്ങനെ ഒന്നിനെ തന്നെ നമ്മളിങ്ങനെ വിശ്വസിച്ച് ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നതിന് മുമ്പ് എന്താണ് ആക്ച്വൽ പ്രശ്നം എന്ന് നമുക്കറിയണം. ഞാനിങ്ങനെ അധികം വലിച്ചവർ കൊണ്ടുപോകുന്നില്ല. ഇപ്പോൾ ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യം ഞാൻ പറയാം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയെയും അറസ്റ്റ് ചെയ്തതല്ല,
പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്നാണ് അതിൽ കണ്ടത്. അതായത് ഡിറ്റെയിൻ ചെയ്തു, അതായത് എന്താ പറയുക, ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വഷളാവാതിരിക്കാൻ വേണ്ടി പോലീസ് ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നതാണ് സംഭവം, അല്ലാതെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതല്ല ശരിക്കും. അതേപോലെ തന്നെ സോണിയാഗാന്ധി വിസിറ്റ് ചെയ്തു. അപ്പോൾ സോണിയാഗാന്ധി വിസിറ്റ് ചെയ്തു എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഷോ ഓഫാണ് അവിടെ നടക്കുന്നത്, അല്ലാതെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി, അല്ലാതെ പിന്നെ അറസ്റ്റ് ചെയ്തല്ല കാണാനല്ല പോലീസ് സ്റ്റേഷനിലോട്ട് പോയത്. ഒരു അഡ്വക്കേറ്റിൻ്റെ സഹായത്തോടെ അഡ്വക്കേറ്റിൻ്റെ സഹായത്തോടെ അറസ്റ്റിന് ജാമ്യം എടുത്തതോ അങ്ങനെയുള്ള പരിപാടിയൊന്നും അല്ല. സത്യം പറഞ്ഞാൽ അവിടെ അറസ്റ്റ് പോലും ഉണ്ടായിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയാണെങ്കിലും രാഹുൽ ഗാന്ധിനെ ആണെങ്കിലും അറസ്റ്റ് ചെയ്തതല്ല, എടുത്തു കൊണ്ടുപോയി ഒരു സ്ഥലത്തോട്ട് മാറ്റി എന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയുടെ റെസിഡൻസിലേക്ക് പെർമിഷൻ ഇല്ലാതെ പ്രോപ്പർ ഡോക്യുമെൻ്റ് ഒന്നും ഇല്ലാതെ പോകാൻ നോക്കിയതാണ്. ഈ പോകാൻ നോക്കുന്ന സമയത്ത് സെക്യൂരിറ്റി തടഞ്ഞ സമയത്ത് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഇവർ ചെയ്യുന്നത്, ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവിടെ പ്രശ്നമാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ പോലീസ് ഈ സംഭവം ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ഇതൊന്നും അല്ല വിഷയം. ഇവിടെ മെയിൻ പ്രശ്നം നീറ്റ് എക്സാമിൻ്റെയാണ്. ഇത് ഞാൻ പൂർണ്ണമായും ഇവർ ചെയ്യുന്ന ഇതിനോട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. കാരണം നീറ്റ് എക്സാം പേപ്പർ ലീക്കായി, അപ്പോൾ അതിനുള്ള പ്രൊട്ടസ്റ്റ് ഇന്നലെ അല്ല തുടങ്ങിയിട്ട് ഒരാഴ്ചയിൽ കൂടുതലായി ജന്മന്ദിറിൽ ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോഴൊന്നും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഈ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രശ്നം വന്നിട്ടാകുമ്പോൾ ആൾക്കാർ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരാഴ്ചയായിട്ട് ഇവർക്കൊന്നും ഈ നീറ്റ് എക്സാമിൻ്റെ പേപ്പർ ലീക്കായാലും പ്രശ്നം ഉണ്ടായിട്ടില്ലേ? അപ്പോൾ ആക്ച്വൽ പ്രശ്നം നീറ്റ് എക്സാം പേപ്പർ ലീക്കായിട്ട് ഈ പിള്ളേർ അവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തതാണോ, അതോ ഈ രാഹുൽ ഗാന്ധിനെ ഇതാക്കിയത് വെച്ച് രാഷ്ട്രീയ അജണ്ടയാണോ? അതായത് ഇതൊരു പൊളിറ്റിക്കായിട്ട് നമ്മുടെ സിനിമ കാണുന്ന പോലെയാണ് ഇതൊക്കെ കാണേണ്ടത്. അതായത് പൊളിറ്റിക്സിൽ ഇവരുടെ ആവശ്യം എന്താണ്? അതായത് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ അടിച്ചമർത്തുന്ന തരത്തിലാണ് പോലീസിൻ്റെ നീക്കം എന്ന് ആൾക്കാരെ കാണിക്കുക. 118ഓളം പോലീസ് ഓഫീസർക്കും പരിക്കും, ബാരിക്കേഡൊക്കെ തകർത്ത് എന്തോ പെപ്പർ സ്പ്രേ ഒക്കെ അടിച്ചതിന് ശേഷമാണ് ഈ പോലീസുകാർ ഇതിനെതിരായിട്ട് നീങ്ങിയത്. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് നീറ്റ് എക്സാം പേപ്പർ ലീക്കായത്, ഈ കുട്ടികളൊക്കെ ആത്മഹത്യ ചെയ്തതൊക്കെ അതിനൊക്കെ എതിരല്ല, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട്. അതിപ്പോൾ BJP എന്തുകൊണ്ടാണ് ഈ അയാളുടെ പേര് ധർമ്മേന്ദ്ര പ്രധാൻ അല്ലേ, ഇയാളെ മാറ്റാത്തതെന്ന് എനിക്കറിയില്ല. അയാൾ ചെയ്ത് തെറ്റ് തന്നെയാണ്, അയാളെ മാറ്റേണ്ടതാണ് ശരിക്കും പറഞ്ഞ പാർട്ടി അല്ലേ. അയാളുടെ സ്ഥാനവും മാറ്റി കൊടുക്കേണ്ടതാണ് മിനിമം അവർ ചെയ്യേണ്ട ഒരു കാര്യം. അവരെന്താ ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിനെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ ആൾക്കാർക്കൊക്കെ ഈ ചൊറിയുന്നത് ഈ രാഹുൽ ഗാന്ധിനെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. അറസ്റ്റ് ചെയ്ത് ഡിറ്റൈൻ ചെയ്തിട്ടാകുമ്പോഴാണ് ഈ ആൾക്കാർക്ക് ചൊറിയാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഈ സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയത്. അല്ലാതെ നീറ്റ് എക്സാമിൻ്റെ പേപ്പർ ലീക്കായതൊന്നും അല്ല ആൾക്കാരുടെ പ്രശ്നം ഉണ്ടായത് ആ സമയത്ത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് അതിനെ സപ്പോർട്ട് ചെയ്ത് ഇവരൊന്നും സ്റ്റാറ്റസ് ഇടാത്തത്? പിന്നൊരു പ്രശ്നം, ചില ആൾക്കാർക്ക് ഈ ചില ഗവൺമെൻറ്റിനോടുള്ള വിയോജിപ്പുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിലിപ്പോൾ ഒരു പാർട്ടി ഉണ്ടാകുന്ന സമയത്ത് അതിനോടുള്ള വിയോജിപ്പ് കാണിക്കാൻ വേണ്ടി എന്തിട്ടാലും പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന് പറയുന്ന പോലെ ഒരു ശത്രുവിൻ്റെ ശത്രു കൂടി ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തൊരു സ്പിരിറ്റാണ് ഇവരുടെ ഉള്ളിൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഞാൻ എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ ഇതൊക്കെ കണ്ട്, അതായത് ഈ രാഷ്ട്രീയ ഈ ഡ്രാമാസൊക്കെ കണ്ട് വിശ്വസിക്കുന്നുണ്ട് കുറേയെല്ലാം. ഇപ്പോൾ ഈ സംഭവത്തിൽ നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കൽ ഡ്രാമയാണ്. ഇത് കണ്ട് നമ്മൊരു സിനിമ കാണുന്ന പോലെ ഈ പൊളിറ്റിക്സിനെ കാണണം. അപ്പോൾ നമുക്ക് ഓക്കെ ഇതിൻ്റെ ക്ലൈമാക്സ് ഇങ്ങനെ ആയിരിക്കുമല്ലോ, ഇങ്ങനെ ആയിരിക്കും എന്നെല്ലാം വിചാരിച്ച് കാണുമ്പോൾ നമുക്കിത് ഭയങ്കര ഇൻട്രസ്റ്റ് ആവും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കാര്യത്തിലൊക്കെ അധികം സ്റ്റാറ്റസ് ഇടുന്നതിന് പകരം റിയൽ പ്രശ്നത്തിലേക്ക് നമുക്ക് പോകാമല്ലോ. സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ടോവിനോ തോമസൊക്കെ ഭയങ്കര സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്തോ കേരളത്തിൽ നടക്കുന്ന അമ്മയുടെ പ്രശ്നത്തിൽ പോലും ഈ ടോവിനോ തോമസ് ഒന്നും ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. അറിയില്ല, പറഞ്ഞൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് കേരളത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസിൽ ഇപ്പോൾ അമ്മയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ എന്തൊക്കെ പീഡന കേസുകൾ, പോക്സോ കേസുകൾ, ഗാർഹിക പീഡനങ്ങൾ, ഇനിയിപ്പോൾ ബിസിനസ്സിൻ്റെ റെഡ് ടാബിൽ കെട്ടിക്കുന്ന കുറേ പ്രശ്നങ്ങൾ. അതായത് നമുക്ക് എത്ര സംരംഭകരാണ് പ്രശ്നത്തിലുള്ളത്. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ
ഇപ്പോൾ നീറ്റ് എക്സാമിൻ്റെ പേപ്പർ ലീക്കായത് പ്രശ്നമല്ല അവർക്ക്. ഇപ്പോൾ നടന്ന ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ മാത്രമാണ് ഇപ്പോൾ ആൾക്കാർക്ക് പ്രശ്നമായിട്ടുള്ളത്. നീറ്റ് എക്സാമിൻ്റെ പേപ്പർ ലീക്കായതിനെ കുറിച്ച് അവർക്ക് സ്റ്റാറ്റസ് ഇടായിരുന്നില്ലേ? അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇടായിരുന്നില്ലേ? ഇതിലൊന്നുമില്ല. ഇതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല. അതുകൂടാതെ ഇപ്പോൾ എത്ര ആൾക്കാരാണ് ഇപ്പം നാട്ടിൽ നിന്ന് പഠിച്ച് എൻജിനീയറിങ്ങും മെഡിസിനും കഴിഞ്ഞ് നഴ്സിംഗൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്തോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇതൊക്കെയല്ലേ നമ്മുടെ പ്രശ്നങ്ങൾ. നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അതിനേക്കാളും വലിയ ഭാഗ്യമുണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നതിന് പകരം പൊളിറ്റിക്കൽ ഡ്രാമയിൽ പെട്ടുപോകരുത്. ഇതൊക്കെ പൊളിറ്റിക്കൽ ഡ്രാമയാണെന്ന് മനസ്സിലാക്കണം. ഇതിനുള്ള പ്രൂഫ് ഒരുപാട് യൂട്യൂബ് ചാനൽസിലുണ്ട്. പ്രൂഫ് ഒന്നുമില്ലെങ്കിൽ ജെമിനിയിൽ ചോദിച്ചാൽ പറയുന്നത് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ചാറ്റ് ജി പി ടി എനിക്കൊന്നും അപ്ഡേറ്റ് അല്ല എന്നറിയില്ല. ജെമിനിയിലൊക്കെ ചോദിച്ചാൽ അതിനുള്ള ഉത്തരം പറയില്ലേ? അറിയില്ല. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സ്റ്റാറ്റസ് ഇട്ടവരോടാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. അപ്പോൾ ശരി, ബൈ.